ഈ സമ്മർ സീസണിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു ഐസാണ് ഈ വാട്ടർമെലൺ ഐസ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു വാട്ടർമെലണിൻ്റെ പകുതി വാട്ടർമെലൺ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കുരുവോട് കൂടിയിട്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ 4 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഈ ജ്യൂസ് നമുക്ക് ഒരു ഐസ് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ ഐസ് മോൾഡ് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ഇട്ട് കൊടുക്കാൻ പാകത്തിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഹോളിലൂടെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ ഈ മോൾഡിൻ്റെ കൂടെ തന്നെയുള്ള സ്റ്റിക്കോ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം 6 മുതൽ 8 മണിക്കൂർ വരേക്കും ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർമെലൺ ഐസ് റെഡിയായി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.